അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1-ാം ഭാഗത്തിലെ 5-ാമത്തെ പാഠം മുഅഖിബാത്ത് എന്ന പാഠം നമ്മൾ വായിച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കാൻ രാത്രിയിൽ ഒരു സംഘം മലക്കുകളെത്തും, പകൽ മറ്റൊരു സംഘവും എത്തും. 2 സംഘവും സുബഹി നിസ്കാരത്തിൻ്റെയും അസർ നിസ്കാരത്തിൻ്റെയും ജമാഅത്തിൽ സംബന്ധിക്കും. തുടർന്ന് രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ വാനലോകത്തേക്ക് ഉയർന്നു പോകും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരോട് ചോദിക്കും, എൻ്റെ അടിമകളുടെ സ്ഥിതി എന്താണ്? അവർ പറയും, ഞങ്ങൾ പോരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, പ്രതിഫലം നൽകുന്ന നാളിൽ, ഖിയാമത്ത് നാളിൽ പ്രതിഫലം നൽകുന്ന നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. ഇവിടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹു എന്ന് പറയാൻ പ്രത്യേകം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരോട് ചോദിക്കും, ഭൂമിയിൽ എന്തെല്ലാം സംഭവിക്കുന്നു, ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു, അതൊക്കെ ആർക്കറിയാം? അല്ലാഹു തആലക്ക് അറിയാം. എങ്കിലും ആ മലക്കുകളോട് അല്ലാഹു തആല എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്, അവരിൽ നിന്നൊന്ന് വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട്. മലക്കുകളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇർഷാദ് ചോദിച്ചു. ഇല്ല, മലക്കുകൾ അദൃശ്യരാണ്, അവരെ കാണാൻ പറ്റില്ല. മലക്കുകളിലുള്ള വിശ്വാസം അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിൽപ്പെട്ടതാണ് മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസം. ഇത് ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തേതാണ്. ഉസ്താദ് പറഞ്ഞു, മലക്കുകൾ അല്ലാഹു തആലയുടെ സൈന്യമാണ്. മലക്കുകൾ അല്ലാഹു തആലയുടെ സൈന്യമാണ്. അവർ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അർശിനെ ചുമക്കുന്നവർ, മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നവർ, ദിക്റിൻ്റെയും ഇൽമിൻ്റെയും സദസ്സിൽ പങ്കെടുക്കുന്നവർ, ജുമുഅയ്ക്ക് നേരത്തെ വരുന്നവരെ രേഖപ്പെടുത്തി വെക്കുന്നവർ തുടങ്ങിയ പല വിഭാഗങ്ങളും അവരിലുണ്ട്. 10 മലക്കുകളുടെ പേരുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബൈത്തൊന്ന് ചെല്ലാം. റബ്ബിനു സൃഷ്ടികളാണ് മലക്കുകൾ, അവരെ പടച്ചു പ്രകാശത്താൽ. 1ാമത്തെ വരിയിൽ എന്താ പറഞ്ഞത്? റബ്ബിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മലക്കുകൾ. അവരെ പടച്ചത് എന്തുകൊണ്ടാണ്? പ്രകാശത്താലാണ്. അവരെ പടച്ചു പ്രകാശത്താൽ. അവരെ അല്ലാഹു തആല സൃഷ്ടിച്ചത്, പടച്ചത് എന്തിനാലാണ്? പ്രകാശത്താലാണ്. നബിമാർക്കെല്ലാം വഹിയെത്തിക്കും മലക്കാണല്ലോ ജിബ്രായീൽ. നബിമാർക്കെല്ലാം വഹിയെത്തിച്ചു കൊടുക്കുക, അതാണ് ആരുടെ പണി? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പണി. ഇനി അടുത്തത്, ഇടിയും മിന്നും കാറ്റും റിസ്ഖും ചുമതലയുള്ളോർ മീകായിൽ. മീകായിൽ അലൈഹിസ്സലാമിൻ്റെ പണി എന്തൊക്കെയാണ്? ഇടി, മിന്ന്, കാറ്റ്, റിസ്ക് എന്ന ഭക്ഷണം, ഇതിൻ്റെ ചുമതലയാണ് മീകായിൽ അലൈഹിസ്സലാമിന്. അടുത്തത്, അന്ത്യദിനത്തിൽ സൂറിൽ ഓതും മലക്കാണല്ലോ ഇസ്രാഫീൽ. അപ്പോൾ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ സൂറിൽ ഓതുന്ന മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അടുത്തത്, സമയമടുത്താൽ ജീവികൾ അവയുടെ റൂഹ് പിടിക്കും അസ്രായിൽ. എന്താ അസ്രായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി? സമയം എത്തിക്കഴിഞ്ഞാൽ ജീവികളുടെ റൂഹ് പിടിക്കുക എന്നുള്ളതാണ് അസ്രായിൽ അലൈഹിസ്സലാമിൻ്റെ പരിപാടി. അടുത്തത്, ചോദ്യം ചെയ്യാനായി വരുന്നു മുൻകർ നക്കീറും ഖബറുകളിൽ. അപ്പോൾ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം അവർ 2 പേര് എന്താ ജോലി? ചോദ്യം ചെയ്യുന്നു, ഖബറിൽ ചോദ്യം ചെയ്യുന്നു. അടുത്ത, നന്മ തിന്മ കുറിക്കാനായി റഖീബ് അതീദ് മലക്കുകളിൽ നന്മയും തിന്മയും രേഖപ്പെടുത്തി വെക്കുക, അതാണ് റഖീബ് അതീദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പണി. റഖീബ് അതീദ് എന്നീ 2 മലക്കുകളുടെ പണി. സ്വർഗം കാക്കാൻ റിളുവാനല്ലോ നരകം കാക്കും മാലിക്കിനാൽ. സ്വർഗം കാക്കാൻ റിളുവാൻ അലൈഹിസ്സലാമാണ് സ്വർഗത്ത് കാക്കുന്നത്. നരകം കാക്കുന്നതോ മാലിക് അലൈഹിസ്സലാമാണ്. വൈത്ത് ചൊല്ലല്, റബ്ബിന് സൃഷ്ടികളാണ് മലക്കുകൾ, അവരെ പടച്ചു പ്രകാശത്താൽ. നബിമാർക്കെല്ലാം വഹിയെത്തിക്കും മലക്കാണല്ലോ ജിബ്രായീൽ. ഇടിയും മിന്നും കാറ്റും റിസ്ഖും ചുമതലയുള്ളോർ മീകായിൽ. അന്ത്യദിനത്തിൽ സൂറിൽ ഓതും മലക്കാണല്ലോ ഇസ്രാഫീൽ. സമയമടുത്താൽ ജീവികൾ അവയുടെ റൂഹ് പിടിക്കും അസ്രായിൽ.
ചോദ്യം ചെയ്യാനായി വരുന്നു മുൻകർ നകീറും ഖബറുകളിൽ. നന്മ തിന്മ കുറിക്കാനായി റഖീബ് അതീദ് മലക്കുകളിൽ. സ്വർഗം കാക്കാൻ റിദ്വാനല്ലോ നരകം കാക്കും മാലിക്കിനാൽ. ഈ കോളത്തിൽ കൊടുത്തിട്ട് അൽ മലായികത്തു ഇബാദുല്ലാഹിൽ മുക്രമോൻ, മലക്കുകൾ അല്ലാഹു തആലയുടെ ആദരണീയരായ അടിമകൾ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഫ്ഹുൽ മഅന, അർത്ഥം മനസ്സിലാക്കാനാണ്. റബ്ബൻ രക്ഷിതാവ്, അദൃശ്യം എന്ന് പറഞ്ഞാൽ കാണാത്തത്, ജബ്രായിൽ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക്. ബാക്കിയുള്ള വാക്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് നംലഉൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കാനാണ്. 10 മലക്കുകളുടെ പേരും അവരുടെ പ്രവർത്തനങ്ങളും താഴെ പട്ടികയിൽ എഴുതുക. അപ്പോൾ ഈ പട്ടികയിൽ മലക്കുകളുടെ പേര് ഇവിടെ എഴുതണം, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് പട്ടികയിൽ എഴുതാതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ആ കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം നബിമാർക്ക് വഹി എത്തിക്കുക. മീകായിൽ അലൈഹിസ്സലാം ഇടി മിന്നി കാറ്റ് മഴ വർഷിപ്പിക്കുക. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുക. അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുക. മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ ചോദ്യം ചെയ്യുക. റഖീബ് അതീദ് അലൈഹിസ്സലാം നന്മയും തിന്മയും എഴുതുക. മാലിക് അലൈഹിസ്സലാം നരകത്തേക്കാക്കുക. റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗത്തേക്കാക്കുക. ഇനി അടുത്ത നുബയ്യൻ, മലക്കുകൾ അല്ലാഹു തആലയുടെ സൈന്യമാണ്. അവർ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മലക്കുകൾ ചെയ്യുന്ന 5 പ്രവർത്തികൾ എഴുതുക. 1. അർശിനെ ചുമക്കുന്നവർ, ദിക്റിൻ്റെയും അറിവിൻ്റെയും മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ജുമാക്ക് നേരത്തെ വരുന്നവരെ രേഖപ്പെടുത്തുന്നവർ, മനുഷ്യരെ സംരക്ഷിക്കുന്നവർ, മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതുന്നവർ. ഇനിയുണ്ട് ഒരുപാട് മലക്കുകൾ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, നമുക്കറിയാം. ബദർ യുദ്ധത്തിൽ മലക്കുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വീണ്ടും മലക്കുകൾ വരുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി 4-മത്തെ നുബയ്യന സിയാക്ക്, സന്ദർഭം വിവരിക്കുക. ഞങ്ങൾ പോരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. ഏതാണ് സന്ദർഭം? ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രാത്രിയിൽ ഉണ്ടായിരുന്ന മലക്കുകൾ വാനലോകത്തേക്ക് ഉയർന്നു പോകും. അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, എൻ്റെ അടിമകളുടെ സ്ഥിതി എന്താണ്? അപ്പോൾ മലക്കുകൾ പറയും, ഞങ്ങൾ പോരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. ഇനി അടുത്തത് തഖ്സീസ്, പദ്യം കാണാതെ പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ കാണാതെ പഠിച്ചിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അടുത്തത് നൻസഖ്, പദ്യം പകർത്തി എഴുതുക. ഈ ഭാഗത്തേക്ക് പദ്യം കൃത്യമായ അക്ഷരങ്ങളൊന്നും തെറ്റാതെ വരിയിൽ നിന്ന് ഏതൊക്കെ അക്ഷരങ്ങൾ താഴ്ന്നു കിടക്കുന്നുണ്ട് ഉയർന്നു കിടക്കുന്നതൊക്കെ നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അവിടേക്ക് ആ പദ്യം എഴുതി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ നൽകുമാറാകട്ടെ. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.